ഇറാനും യുഎസും ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള സംഘർഷം അതിനിർണായകമായ ഘട്ടത്തിലേക്കെത്തി. ഇറാന്റെ തന്ത്രപരമായ ആണവ കേന്ദ്രങ്ങളെയും പ്രധാന സാമ്പത്തിക സാമൂഹിക ഘടകങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര വിശകലനങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലെ മധ്യനഗരിയായ ഇസ്ഫഹാനിലെ പ്രധാന ആണവ ശേഖരണ കേന്ദ്രത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ട്രംപ് നേരിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു. ഈ കേന്ദ്രം കഴിഞ്ഞ ജൂണിലും സാധ്യതാ മുന്നറിയിപ്പുകളോടെ ആക്രമിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം വീണ്ടും നടത്തിയ ആക്രമണം ഇറാനെ ലക്ഷ്യമിട്ടിട്ടുള്ള സൈനിക നീക്കത്തിന്റെ ശക്തമായ സൂചനയായി മാറിയതായി വിദഗ്ധർ വിലയിരുത്തുന്നു. 82ാം എയർബോൺ ഡിവിഷൻ പോലുള്ള അമേരിക്കൻ കരസേനയുടെ കരുത്തുറ്റ വിഭാഗത്തിലെ ആയിരക്കണക്കിന് പാരാട്രൂപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ വിന്യസിക്കപ്പെട്ടു. ഇവരുടെ പ്രധാന ലക്ഷ്യം ഇറാന്റെ പ്രധാന എണ്ണക്കയറ്റുമതി കേന്ദ്രമായ ഗാർഗ് ഐലൻഡ് പിടിച്ചെടുക്കലാണ്. യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സമാധാന ചർച്ചകളിൽ ഇറാൻ വഴങ്ങാതിരുന്നാൽ നേരിട്ടുള്ള ആക്രമണത്തിന് 2500 യുഎസ് മറൈൻ സൈനികരെ നേരത്തെ തന്നെ വിന്യസിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഈ നീക്കം അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് പോലെ സമ്പൂർണ്ണ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണ്. ഇറാൻ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ അന്താരാഷ്ട്ര എണ്ണ വിതരണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് ഇറാൻ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ദുബായ് തീരത്ത് കുവൈറ്റിന്റെ അൽ സൽമി കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തി. കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണെങ്കിലും കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു. ബഹ്റിൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ യുഎസ് സൈനിക കേന്ദ്രങ്ങളും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോൺ ആക്രമണങ്ങൾക്ക് വിധേയമായി. തെക്കൻ ലെബനയിൽ ഹിസബുള്ള സേനയെ നേരിട്ടുള്ള ആക്രമണത്തിൽ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. ഡ്രോൺ ആക്രമണങ്ങൾ തകർക്കുന്നതിനിടെ ഉണ്ടായ അവശിഷ്ടങ്ങൾ ദുബായ് നഗരത്തിൽ വീണ് 4 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. ഇന്ത്യ, ചൈന, ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ എത്തുന്നത് തടസ്സപ്പെട്ട സാഹചര്യത്തിൽ അന്താരാഷ്ട്ര എണ്ണ വിപണി വലിയ സമ്മർദ്ദത്തിലാണ്. എണ്ണവിലയിൽ ഉണർവുകൾ ഉണ്ടാവുകയും സ്വർണ്ണവിലയും ഓഹരി വിപണികളിലും സ്വാധീനം ചെലുത്തുകയും ചെയ്തു. വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ സംഘർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി, ജലക്ഷാമം, അന്താരാഷ്ട്ര വിപണിയിലെ ഉണർവുകൾ എന്നിവയുടെ സാധ്യത വളരുകയാണെന്നും രാജ്യാന്തര നിലവാരത്തിൽ ഹോർമൂസ് കടലിടുക്ക് എണ്ണ, മരുന്ന് വിതരണം എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് വലിയ വെല്ലുവിളിയാകും. അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന്റെ സൈനിക നീക്കങ്ങൾ, ഇറാന്റെ പ്രതികരണങ്ങൾ പ്രദേശത്തെ പ്രധാന കടൽ മാർഗം നിയന്ത്രിക്കുന്നതും പാരാട്രൂപ്പുകളെ വിന്യസിക്കുന്നതും മരുന്ന് വിതരണ സ്ഥാപനങ്ങൾക്കുള്ള ആക്രമണങ്ങളും ആഗോള വിപണികളെ സജീവമാക്കുകയും നിരീക്ഷണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. ഇറാനും യുഎസും തമ്മിലുള്ള ഈ ഘട്ടം പാരമ്പര്യ വ്യോമാക്രമണങ്ങളെ മറികടന്ന് സമ്പൂർണ്ണ കരയുദ്ധത്തിനുള്ള സാധ്യതയിലേക്ക് നീങ്ങുകയാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വിപണികൾ, രാജ്യാന്തര രാഷ്ട്രീയ വിദഗ്ധർ, സാമ്പത്തിക നിരീക്ഷകർ എല്ലാം ഈ അവസ്ഥയെ നിരീക്ഷിക്കുന്നു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് എണ്ണയുടെ ആഗോള വിതരണം, മരുന്ന് വിതരണം ശൃംഖല എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനപ്പെട്ട വിഷയമായി മാറിയിട്ടുണ്ട്. ഈ സൈനിക നീക്കങ്ങളിൽ പ്രദേശത്ത് സമ്പൂർണ്ണമായി സ്വാതന്ത്ര്യവും ശക്തമായുള്ള മറുപടിയുണ്ടാക്കാനുള്ള സാധ്യതയും തെളിയുന്നു. നേരിടുന്ന ഈ സാഹചര്യത്തിൽ പ്രദേശത്തെ എല്ലാ രാജ്യങ്ങളും ആഗോള വിപണികളും വ്യാവസായികളും ഈ സംഘർഷത്തെ അടുത്ത് നിരീക്ഷിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.